വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് ഇടുക്കിയിൽ നിന്നും ലഭിക്കുന്നത്. ഇടുക്കി ഉപ്പുതറയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. 150ഓളം അനർഹർ വീട് തട്ടിയെടുത്തതായാണ് ഇപ്പോൾ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. പണം തട്ടിയവർക്കെതിരെ പഞ്ചായത്ത് റവന്യൂ റിക്കവറിക്ക് ഒരുങ്ങുകയാണ്. ഒരാൾക്ക് പോലും വീട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം അനുകൃതമായിട്ട് പണം കൈപ്പറ്റിയിൽ നിന്ന് തിരിച്ചു പിടിക്കാനോ നടപടി സ്വീകരിക്കാത്തതിൻ്റെ പേരമാണ് ഇപ്പോൾ കൊടുക്കാത്തത്. അതുകൊണ്ട് ജില്ലാ മിഷൻ ഇത് സംബന്ധിച്ച് നമുക്ക് അലോട്ട്മെൻറ്റ് ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും പോലും വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഏതാണ്ട് 150ലധികം അനർഹരായവർ വീട് തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ ആളുകൾക്കെതിരെ റവന്യൂ റിക്കവറിക്ക് ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. നടപടികൾ ഏതുവരെയായി, ഏതെല്ലാം മേഖലകളിലാണ് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തിരിക്കുന്നത് മുതലായ വിവരങ്ങൾ ലഭ്യമാണോ? അതുല്യ, നിരവധി പരാതികൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയത്. ഈ ഊർജിതമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി തട്ടിപ്പുകൾ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. റവന്യൂ റിക്കവറി അടക്കമുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ 27 പേർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തി സർക്കാരിന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനാണ് ഈ അടിയന്തര കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏക്കർ കണക്കിന് പട്ടയഭൂമിയുള്ളവർ, 2ഉം 3ഉം വാഹനങ്ങളും അതുപോലെ തന്നെ വാസയോഗ്യമായ വീടുള്ളവർ, ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയുമ്പോൾ 3 ഇരട്ടി വിലയ്ക്ക് വിറ്റവർ തുടങ്ങി വ്യാപകമായ ക്രമക്കേടാണ് ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ നടന്നിട്ടുള്ളത്. LDF നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് സർക്കാർ പണം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തത്. വാസയോഗ്യമായ വീട് വയ്ക്കാൻ സ്വന്തമായി പണമില്ലാത്ത 100 കണക്കിന് പാവങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ അനർഹരായവർ ഗുണഭോക്തൃ പട്ടികയിൽ കടന്നുകൂടിയത്. 1ആം ഗഡു വാങ്ങിയ ശേഷം ഒരു പണിയും ചെയ്യാതെ 2ഉം 3ഉം 4ഉം ഗഡു കൈപ്പറ്റി നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ പഴയ വീട് അറ്റകുറ്റപ്പണി നടത്തി പണം തട്ടിയവരും, മറ്റുള്ളവരുടെ വീടിന്റെ ഫോട്ടോ നൽകി പണം വാങ്ങിയവരും, പട്ടയഭൂമിയുടെ രേഖ നൽകി പട്ടയമില്ലാത്ത ഭൂമിയിൽ വീട് വെച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇതിന് അവസരമുണ്ടാക്കി ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ റവന്യൂ ഇന്റേണൽ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് അവസരമുണ്ടാക്കിയതിൽ അന്നത്തെ ഉദ്യോഗസ്ഥർക്കും വാർഡ് മെമ്പർമാർക്കും നിർണായക പങ്കുണ്ടെന്നാണ് വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. ഡിവിഷൻ മെമ്പറായിരിക്കുമ്പോഴാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വീട് സംഘടിപ്പിച്ചെടുത്തത്. 3 സെന്റ് ഭൂമി സ്വന്തമായിട്ടുള്ളൂ എന്ന് കാണിച്ചാണ് വീട് വാങ്ങിയത്. എന്നാൽ ഈ ഒരു പരാതിയെ തുടർന്നാണ് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ 1.5 ഏക്കർ പട്ടയഭൂമി ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് വീട് വാങ്ങി മുഴുവൻ തുകയും കൈപ്പറ്റിയിരിക്കുന്നത്. 2022 പ്രാഥമിക അന്വേഷണത്തിൽ 27 പേർ അനധികൃതമായി ഈ തരത്തിൽ പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് സർക്കാരിന് നഷ്ടമായ പണം തിരിച്ചു പിടിക്കണമെന്നാണ് വിജിലൻസ് അന്ന് നിർദ്ദേശം നൽകിയത്. ഏതായാലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നോട്ടീസ് അയച്ച് നടപടി ലഘൂകരിക്കുകയാണ് പഞ്ചായത്ത് അന്ന് സ്വീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് ഇതുവരെയുള്ള നടപടി സംബന്ധിച്ച് വിശദീകരണം തേടി. തുടർന്ന് ഈ ചൊവ്വാഴ്ച അടിയന്തര കമ്മിറ്റി കൂടുകയായിരുന്നു. റവന്യൂ റിക്കവറിക്ക് അതിനുശേഷമായിരുന്നു ഈ റവന്യൂ റിക്കവറിക്ക് ഇവർ തീരുമാനമെടുത്തത്. ഒരു വീടിന് 4 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയിൽ 25,000 രൂപയുടെ തൊഴിൽ ദിനങ്ങളുമാണ് സർക്കാർ നൽകുന്നത്. ക്രമക്കേടിലൂടെ ഇതുവരെ കണക്ക് പ്രകാരം സർക്കാരിന് 1,14,75,000 രൂപയാണ് നഷ്ടമായിട്ടുള്ളത്. ഈ തുക 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് ഈ വിജിലൻസ് വിഭാഗം തീരുമാനമെടുത്തത്. വിശദമായ അന്വേഷണവും നടത്തുന്നുണ്ട്. ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന്റെ ഒരു തീരുമാനമനുസരിച്ച് ഇനിയും കൂടുതലായുള്ള അന്വേഷണം വ്യാപകമാക്കുന്നുണ്ട്. കൂടാതെ ലൈഫ് വീട് ഉപയോഗിക്കാത്തവർ, വാടകയ്ക്ക് ഈ വീട് കൈപ്പറ്റിയിട്ട് വാടകയ്ക്ക് നൽകിയവർ എന്നിവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതുല്യ. ശരി വിനീഷ്, ഇടുക്കി ഉപ്പുതറയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ 150ഓളം അനർഹർ വീട് തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ വന്നിരിക്കുന്നത്. പണം തട്ടിയവർക്കെതിരെ പഞ്ചായത്ത് റവന്യൂ റിക്കവറിക്ക് ഒരുങ്ങുകയാണ്. നിലവിൽ 27 പേർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.